ഹായ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിനൈസൻസിലെ ശ്രീനാരായണ ഗുരു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലായിരുന്നു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരം വീട്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വയൽവാരം വീട്. യഥാർത്ഥ പേര് നാരായണൻ, ഓമനപ്പേര് നാണു. അപ്പം ജനനം 1856 ഓഗസ്റ്റ് 20. എവിടെയാണ്? ചെമ്പഴന്തി. അദ്ദേഹത്തിന്റെ വീട്ടുപേര് വയൽവാരം വീട്. യഥാർത്ഥ പേര് നാരായണൻ, ഓമനപ്പേര് നാണു. അദ്ദേഹത്തിന്റെ പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, സഹോദരിമാര് കൊച്ചു, ദേവി, മാത. അദ്ദേഹം മരണപ്പെട്ടത് 1928 സെപ്റ്റംബർ 20. അപ്പൊ ജനിച്ചത് ഓഗസ്റ്റ് 20 മരിച്ചത് സെപ്റ്റംബർ 20 പിന്നെ ഇതിലൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനവും അതേപോലെ അദ്ദേഹത്തിന്റെ മരണവും സമാധി ദിവസവും 2 ദിവസവും ഗവൺമെന്റ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ പൊതു അവധി പ്രഖ്യാപിച്ച മരണവും ജനനവും ദിവസവും പൊതു അവധി പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. അത് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജനിച്ച ദിവസവും മരിച്ച ദിവസവും രണ്ടും പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നതും കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ പ്രസിഡന്റും ആജീവനാന്തം പ്രസിഡന്റും ആരാണ്? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ അധ്യക്ഷൻ അതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച വർഷം 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച വർഷം. അത് PSC പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1881. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 1887 ശിവപ്രതിഷ്ഠ നടത്തിയത് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞിട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത് 1888 മാർച്ചിലാണ്. അപ്പോൾ ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ശിവപ്രതിഷ്ഠ നടത്തിയത് എന്താ അദ്ദേഹം പറഞ്ഞത്? ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഗുരു രചിച്ച കൃതി ശിവശതകം. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഗുരു രചിച്ച കൃതി ശിവശതകം. അരുവിപ്പുറം ക്ഷേത്രയോഗ രൂപീകരിച്ചത് 1898. അപ്പോൾ മാർച്ച് 1888 മാർച്ചിൽ പ്രതിഷ്ഠ നടത്തി 10 വർഷത്തിന് ശേഷമാണ് ക്ഷേത്രയോഗം രൂപീകരിച്ചത് 1898. നെക്സ്റ്റ് SNDPയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. SNDP യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15. SNDP യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15. SNDPയുടെ മുൻഗാമി വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. SNDPയുടെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ മുഖപത്രം വിവേകോദയം. SNDPയുടെ മുഖപത്രം വിവേകോദയം. അത് 1904 ഇറങ്ങിയത്. SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ചിട്ടാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. Thank you. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ please do like, share and subscribe. Thank you once again.